സ്വാതി, ആ കേസ് കൊണ്ടുവന്ന വഴി കണ്ടോ? കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്ത് പ്രശ്നം? ഇ ഡി എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ തോന്നിവാസം കാണിച്ചതിന് സംസ്ഥാനവുമായിട്ട് എന്ത് പ്രശ്നം? അത് പരാതിയായിട്ട് എത്തുമ്പോൾ സ്വാഭാവികമായി അന്വേഷണം ഉണ്ടാകില്ലേ? ഇവിടെ ഇ ഡിക്ക് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വരേണ്ട എന്നൊരു ഭീഷണിയാണ് അതിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇദ്ദേഹത്തെ വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഡോക്യുമെന്റ് അടക്കം അഭിഭാഷകൻ വഴി അത് രേഖപ്പെടുത്തുകയും ചെയ്തു, ഇവരെ എത്തിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും നേരിട്ട് ഹാജരാകണമെന്ന വാശി തന്നെയായിരുന്നു ഇ ഡി നടത്തിയിരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹത്തെ ഏകദേശം 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുകയും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ശേഖർ യാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അയാളെ വെള്ളപൂശുവാനുമുള്ള ചോദ്യങ്ങളും അത്തരത്തിലുള്ള മറുപടികളും തന്നെ വേണമെന്നുള്ളൊരു സമ്മർദ്ദമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പ്രതികരണമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കേസെടുത്ത് അകത്താക്കാൻ ഒരുപാട് സമയം വേണ്ടെന്നൊക്കെയും ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിനിടയിലും മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലും പറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരാതിക്കാരനെ ഇല്ലാതാക്കിയാൽ പിന്നെ പരാതി ഉണ്ടാകില്ല. കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാൻ ഈ അനീഷ് ബാബുവിനെ ഭീഷണിപ്പെടുത്തി അല്ലേ? അത്തരത്തിൽ തന്നെയാണ് മനു. ആ പ്രതികരണം, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ തന്നെയാണ്. കൃത്യമായും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ അടക്കം അല്ലെങ്കിൽ വിജിലൻസുമായി ഇദ്ദേഹം കൈമാറിയിട്ടുള്ള രേഖകളടക്കം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഈ 10 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ താൻ പറയുന്നതൊന്നുമല്ല അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇ ഡിക്ക് അനുകൂലമായുള്ള ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ. ഈ ശേഖർ യാദവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഈ കേസിൽ നിന്നും തടിയൂരാൻ പറ്റുന്ന തരത്തിൽ ഏതെല്ലാം ഉത്തരങ്ങളാണോ ആവശ്യമുള്ളത് ആ മറുപടികൾ മാത്രമായിരുന്നു ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇവിടെ നിൽക്കുന്നതിൽ ജീവന് ഭീഷണി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലുടനീളം ഉണ്ടായത് എന്നാണ് പരാതിക്കാരനായിട്ടുള്ള വ്യവസായിയായിട്ടുള്ള അനീഷ് നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത്. മനു.